നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാം സദൃശവാക്യങ്ങൾ അധ്യായം 19 വാക്യം 23 വായിച്ചാണ് അല്പസമയം ധ്യാനിക്കുന്നത്. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 19 അധ്യായം 23 വാക്യത്തിൽ എന്താണ് ദൈവഭക്തി കൊണ്ടുള്ള പ്രയോജനം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത്. ദൈവഭക്തി ജീവൻ്റെ കാരണമാകുന്നുവെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ സന്തുഷ്ടി അഥവാ തൃപ്തി കൊണ്ടുവരുമെന്നാണ്. തുടർന്ന് വീണ്ടും പറയുന്നത് ദൈവഭക്തി ഉണ്ടെങ്കിൽ അനർത്ഥം നേരിടുകയില്ല എന്നാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവഭക്തി മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ദൈവത്തെ ഭയക്കുന്നത് തന്നെയാണ് ദൈവഭക്തിയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവഭയം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവഭക്തി ജീവൻ്റെ ഉറവയാകുന്നു എന്നാണ് ശലോമോൻ രാജാവ് സദൃശവാക്യങ്ങളിൽ പറയുന്നത്. യഹോവ ഭക്തന് അഥവാ ദൈവഭക്തന് ദൃഢധൈര്യമുണ്ടാകും എന്ന് വചനം പറയുന്നുണ്ട്. മാത്രമല്ല, യഹോവ ഭക്തൻ്റെ മക്കൾക്കും ശരണമുണ്ടാകുമെന്നും വചനം വെളിപ്പെടുത്തുന്നു. ഈ ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവഭക്തിയാണ് നമ്മുടെ ആശ്രയമെന്ന് വചനം വെളിപ്പെടുത്തുന്നു. യഹോവ ഭക്തൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് തിരുവചനം പറയുന്നു. എങ്ങനെ? അതെ, 128 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സിയോനിൽ നിന്ന് ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, യെരുശലേമിൻ്റെ നന്മയെ കണ്ടുകൊണ്ട്, മക്കളുടെ മക്കളെയൊക്കെ കണ്ടുകൊണ്ട് ദീർഘായുസ്സോടെ ഇരുന്ന് ഭക്തൻ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് അവിടെ പറയുന്നത്. യഹോവഭക്തി അഥവാ ദൈവഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു എന്ന് വചനം പറയുന്നു. ദൈവഭക്തി ജ്ഞാനോപദേശമാണ്. ഇങ്ങനെ ദൈവഭക്തിയുടെ ഗുണഗണങ്ങൾ അനവധിയാണ്. ദൈവഭക്തി വിട്ടുപേക്ഷിച്ച ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഭക്തി എത്ര വലിയതായിരുന്നു. അന്ന് ഉടുക്കുവാൻ വസ്ത്രവും കഴിക്കുവാൻ ഭക്ഷണവുമില്ലെങ്കിലും അവർക്ക് ദൈവവുമായി ആഴമായ ഒരടുപ്പവും ഒരു ബന്ധവും ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ അവർ നൽകിയ പ്രാധാന്യം അത് വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് ആരാധനയെന്നും പ്രാർത്ഥനയെന്നും കൂട്ടായ്മയോ എന്നും ഒക്കെ കേട്ടാൽ അത് പലർക്കും അനിഷ്ടമായി തോന്നുന്ന അനുഭവമാണ്. ദൈവഭക്തിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഇത് ഇന്നിൻ്റെ അനിവാര്യതയാണ്.
ദൈവഭക്തിയിലൂടെ നാം പ്രാപിക്കുവാനുള്ള ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ, ഇതെല്ലാം പ്രാപിക്കുവാൻ ദൈവഭക്തിയിലേക്ക് ഒരു യഥാസ്ഥാനപ്പെടും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, അതിനായി നമുക്ക് സമർപ്പിക്കാം. ദൈവഭക്തിയിലൂടെ പ്രാപിക്കുവാനുള്ള നന്മകൾ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം ചൊരി